എല്ലാവരിലും ഫേസ് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ കൈ കാലൊക്കെ അല്ലേ. കൈക്കും കാലിനൊക്കെ കുറച്ച് കറുപ്പ് കൂടുതലായിരിക്കാം. ചിലപ്പോൾ കൈ കാലുകളൊക്കെ നല്ല കളറുണ്ടാവും, ഫേസിന് കളർ കുറവായിരിക്കും. അതുപോലെ കഴുത്തിൽ, അതുപോലെ അണ്ടർആം, അങ്ങനെ ഒരുപാട് ഏരിയയിൽ നമുക്ക് നമ്മളുടെ തൊടയുടെ ഭാഗത്ത്, കാലുകളുടെ ഇടുക്കിലൊക്കെ നമുക്ക് ഭയങ്കര ഡാർക്ക്നെസ് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റണം എന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല. എന്നോട് തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, മാം ഇതിൻ്റെ ഒരു വീഡിയോ ഇടണം എന്നുള്ളത്. ഇന്ന് നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഒരു പാക്കാണ് പറഞ്ഞു തരുന്നത്. അത് ഫേസിലേക്കും നമുക്ക് ഇടാം, നമുക്ക് ബോഡിയിൽ, അതുപോലെ തന്നെ നെക്കിലോ കഴുത്തിലോ കയ്യിലോ എവിടെ വേണമെങ്കിലും ഇടാം. നല്ലപോലെ അണ്ണിമണെല്ലാം തന്നെ മാറി നല്ലൊരു ക്ലിയർ സ്കിൻ കിട്ടും. അത് ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കൊച്ചു പിള്ളേർക്കല്ല. ഞാൻ വീണ്ടും പറയുന്നത്, ചെറിയ കുട്ടികൾക്കൊന്നും നമുക്ക് ഇതുപോലത്തെ പാക്കുകളുടെ ആവശ്യമൊന്നുമില്ല. 14, 15, 16 സ്കിന്നൊന്ന് മെച്ചോർഡ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഇതുപോലത്തെ പാക്കുകൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് നോക്കാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു നിംസ് ബൈ ഷൈനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ കൈകാലുകളിലോ അതുപോലെ തന്നെ നമ്മളുടെ കഴുത്തിലും നമ്മളുടെ എല്ലാം എവിടെ ഡാർക്ക്നെസ് ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫേസിലും കേട്ടോ. ഫേസ് പെട്ടെന്ന് തന്നെ ഫേസിലുള്ള പിഗ്മെൻറ്റഡ് കുറയണം, പിഗ്മെൻറ്റേഷൻ അല്ല, അതായത് ഭയങ്കര ടാൻ ഒക്കെ ആയിട്ട് ഇരിക്കുന്നവർ, ഭയങ്കര ഒരു ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് പെട്ടെന്നൊന്നും ബ്രൈറ്റ് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് സൂപ്പർബായിരിക്കും. നമുക്ക് നല്ല റിസൾട്ടാണ്. നമ്മൾ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ സ്കിന്നിന് വേണ്ടി എടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമുക്ക് ഇതുപോലെ വളരെ സേഫായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. സോ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുന്നത്. കാരണം എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട്, മാം ഈ ഒരു ഇങ്ങനെ കൈകാലുകളൊക്കെ അണ്ണീവണാണ്, അപ്പോൾ അതിനൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അതുപോലെ ഒത്തിരി പേർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിരിക്കട്ടെ. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, നമ്മളുടെ സ്കിന്നിലായിക്കോട്ടെ അല്ലെങ്കിൽ കൈ പല രീതിയിലെ പ്രശ്നങ്ങളും ഉണ്ടാകും. പ്രോപ്പറായിട്ട് നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, ബോഡി ലോഷൻ യൂസ് ചെയ്യുക. ബോഡി ലോഷൻ യൂസ് ചെയ്യാൻ മറന്നു പോകരുത്. ബോഡി ലോഷൻ എപ്പോഴും നമ്മൾ ഡേ ടൈമിൽ എപ്പോഴും നിങ്ങൾ SPF കണ്ടൻറ്റ് വരുന്ന ബോഡി ലോഷൻ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം വെയിലത്തൊക്കെ പോകുന്നവരാണ്. നമ്മളുടെ കൈയൊക്കെ ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് നല്ല ചൂടൊക്കെയാണ്. ഈ സമയത്തൊക്കെ നമ്മൾ പോയിട്ട് വരുമ്പോഴേക്ക് ടാനൊക്കെ അടിച്ച് അത്രയും സ്കിന്നിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ SPF ഉള്ള ബോഡി ലോഷൻ അപ്ലൈ, കാരണം ഫേസ് മാത്രം നോക്കുകയല്ല, നമ്മൾ ബോഡിക്കും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഒരു ബോഡി കെയർ എപ്പോഴും നമുക്ക് വേണം. ഇടയ്ക്ക് നമ്മളെ ബോഡി ഒന്ന് സ്ക്രബൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എക്സ്ഫോലിയേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രബ് കൊടുക്കാം, സ്റ്റീം യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ ചിലപ്പോൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിലും ഉണ്ട് സ്ക്രബ്, അതുപോലെ സ്റ്റീമൊക്കെ എടുക്കുക. അതല്ലാതെ നമുക്ക് ഒരുപാട് പേർക്ക് വീട്ടിലിത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വീട്ടിൽ നമുക്ക് സ്ക്രബൊക്കെ മേടിച്ച് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് റൈസ് പൗഡർ, അതിൽ കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബായിട്ടൊക്കെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സ്ക്രബ് മേടിച്ച്, ബോഡി സ്ക്രബ് കിട്ടും, അത് മേടിച്ചിട്ട് നമുക്ക് ബോഡിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല ചൂട് വെള്ളത്തിൽ ടവൽ നല്ലപോലെ നനച്ച് നന്നായിട്ട് ഒന്ന് കുറച്ച് സമയത്തേക്ക് ഒന്ന് കെട്ടി വയ്ക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റീമിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പോൾ അതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും നമ്മളുടെ സ്കിന്ന് പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ബോഡിയിലേക്കും. അപ്പോൾ സ്കിന്നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയുവാണ്, കാരണം ഞാൻ ഒരുപാട് പേരെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ അത് എടുത്ത് പറയുവാണ്. കാരണം നിങ്ങളൊരു 40 വയസ്സൊക്കെ, ഇതൊരു ശരിക്കും ഒരു നോളജായിട്ട് തന്നെ, ഒരു അറിവായിട്ട് കണ്ടുകൊണ്ട് അത് ഇനി ഈ തെറ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൗഡറൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. മാക്സിമം എന്നല്ല, അത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം പൗഡറൊക്കെ നമ്മൾ യൂസ് ചെയ്യും, കാരണം സ്കിന്നിനെയൊക്കെ ഭയങ്കര ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പൗഡർ ഡ്രൈ ആക്കുന്നത്? പൗഡർ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചറിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൗഡർ എന്നുള്ളൊരു സംഭവം കൊടുക്കുന്നത്. അത് ഒത്തിരി ഓയിലി ആയിട്ടുള്ള ഒരു സ്കിന്നിനൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറുപ്പത്തൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ഓക്കെയാണ്. നമുക്കൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പൗഡറൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ മോയ്സ്ചറിനെ നഷ്ടപ്പെടുത്തും. അപ്പോൾ നമുക്ക് എന്താവും, സ്കിൻ ഭയങ്കര ഡ്രൈ ആവും. എന്താ സംഭവിക്കുന്നത്, പെട്ടെന്ന് തന്നെ നമുക്ക് റിങ്കിൾസ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ അത് മാത്രമല്ല, സ്കിന്നിനെ പെട്ടെന്ന് തന്നെ ഡാമേജ് ആക്കും. അതുപോലെ തന്നെ ആരെങ്കിലും ഫെയർ ആൻഡ് ലവ്ലി പോലത്തെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്കിൻ പ്രെപ്പിങ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫേസ് സോപ്പ് യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് എന്തെങ്കിലും വൈറ്റനിങ് ക്രീമുകളോ എന്തെങ്കിലും ഒരു ഫേസ് ക്രീമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ദിവസവും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങളെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പം, ഇതൊന്നും ഒരിക്കലും ചെയ്യരുത്. ഒന്നും ചെയ്യാതെ
ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ അത് എന്താ പറയുക ഡേ ബൈ ഡേ പതുക്കെ പോവും. പക്ഷേ ഇത് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഇല്ലാതാവും. അത്ര തന്നെ നമുക്ക് തോന്നും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നല്ലതാണെന്ന്. ഒരിക്കലും സോപ്പ് യൂസ് ചെയ്യരുത്. ഞാനത് 40 വയസ്സ് കഴിഞ്ഞവരെന്നല്ല, ആരും തന്നെ സോപ്പ് ഫേസിലേക്ക് കൊടുക്കാൻ പാടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മറ്റേ എന്താ പറയുക, ഫേസ് ക്രീമുകളൊന്നും ഡയറക്റ്റ് സ്കിൻ പ്രപ്പ് ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിത് പറയാൻ ആക്ച്വലി ഞാൻ ഇന്ന് കുറേ തിരക്കിലാണ്, ഭയങ്കര ടയേർഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ പറയും. എന്നിട്ട് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അത്രയും പേരെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ സംസാരിക്കുന്ന സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അത് നമുക്ക് എന്താ പറയുക പോസിറ്റീവായിട്ടല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് മനസ്സിലാക്കുക, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുക. ഇനി അത് നിങ്ങൾക്ക് എന്താണ് സ്കിൻ കെയർ, എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നം എന്താണ്, എനിക്ക് എന്ത് ചെയ്യണം എന്നൊന്നും അറിയാത്തവരാണെങ്കിൽ ഞാൻ പേഴ്സണൽ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. നമ്മളുടെ ഈ ഗൈഡൻസിൽ വന്ന് ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്രയും നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ സ്കിന്നിൽ കാണാൻ വേണ്ടി പറ്റും. കാരണം ഇതൊന്നും ഇതായിട്ടല്ല, പക്ഷേ ഇത് ആർക്കും തന്നെ ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഓരോ ദിവസവും നമ്മൾ കാണുന്ന ഓരോ പ്രൊഡക്റ്റും ട്രൈ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീണ്ടും മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യുന്നതെല്ലാം തന്നെ തെറ്റാണ്. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ ഓൺലൈനിൽ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ മേടിച്ച് യൂസ് ചെയ്യും. അത് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ഞാനത് നിങ്ങൾ എവിടെ വേണമെങ്കിൽ എഴുതി വെച്ചോ നോട്ട് ചെയ്തോ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നില്ല. കറക്റ്റ് ഒരു ഗൈഡൻസ് എടുക്കുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് പ്രായത്തിലും നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഞാൻ ഗ്യാരൻറ്റി പറയുകയാണ്, 100% ഞാൻ ഗ്യാരൻറ്റി പറയും. മനസ്സിലായില്ലേ? ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അല്ല, നിങ്ങൾക്ക് ഒന്നും അറിയുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം എന്നൊന്നും അറിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗൈഡൻസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ സ്കിൻ ഞാൻ റെഡിയാക്കി തരും. അത് ഞാൻ പറയുന്ന അത്രയും ഞാൻ ഉള്ളെന്ന് പറയുന്നത് അത് അത്രയും ഗ്യാരൻറ്റിയാണെന്ന് തന്നെ വെച്ചോളൂ. അത്രയും ഉറപ്പോട് കൂടിയിട്ടാണ് പറയണത്. അതുകൊണ്ട് അത് നടക്കുക. അപ്പോൾ എന്ത് പ്രശ്നമാണെങ്കിലും ശരി അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ 40 വയസ്സ് തൊട്ടുള്ള ആൾക്കാർക്കാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ പറ്റുമോ എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം കേട്ടോ. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. അയ്യോ മാം എന്താ ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ ഒരു ബിസിനസ്സാണോ, അങ്ങനെ ചിന്തിക്കരുത്. പോസിറ്റീവായിട്ട് കാണുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ആരെയും നിർബന്ധിച്ചിട്ടല്ല. ഇതിൽ ആർക്കെങ്കിലും ഉള്ളുകൊണ്ടൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, എനിക്കൊരു മാറ്റം വേണം, എനിക്കൊരു ചേഞ്ച് വേണം എന്നുള്ളവർ മാത്രം ഇതിലേക്ക് വിശ്വസിച്ച് ജോയിൻ ചെയ്യുക. ഇത് ഓൺലൈൻ തട്ടിപ്പോ കാര്യങ്ങളൊന്നുമല്ല. ഞാനത് ചെയ്യത്തുമില്ല, എൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊരു പാഷൻ കൂടിയാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് ഒരു പാഷൻ കൂടിയാണ് എനിക്ക്. പക്ഷേ പാഷൻ കൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നതല്ല, എനിക്ക് സമയമില്ല. ഇതിനൊരു ഫീസ് ഉണ്ട്. 5000 rupees 3 മാസത്തേക്കാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും വരാം കേട്ടോ. 60, 70, 80 എത്ര ആയിക്കോട്ടെ, എന്ത് പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ക്ലിയർ ചെയ്ത് തരിക എന്ന് വെച്ചാൽ കറക്റ്റ് റൊട്ടീൻ ഞാൻ പറഞ്ഞുതരും. ശരി, അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് പറയും വീഡിയോസ് വലിപ്പിക്കുന്നു. ഞാൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ, എനിക്ക് ഈ ഒരു രീതിയിൽ അറിയത്തുള്ളൂ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നമ്മളുടെ വീഡിയോ കാണണ്ട, സ്കിപ്പ് ചെയ്ത് പോവുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കണ്ടേ, നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് വെളുക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രൈറ്റ് ആവാനും അണ്ണീവണമൊക്കെ മാറണ്ടേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 2 സ്പൂൺ നമുക്ക് വൈറ്റ് റൈസ് എടുക്കുക. വൈറ്റ് റൈസ് തന്നെ ആയിരിക്കണം കേട്ടോ. ഈ മട്ടയരി അങ്ങനെയൊന്നും പാടില്ല. ബാസ്മതി റൈസ് ആണെങ്കിൽ ബെറ്റർ ആയിരുന്നു. 2 ടേബിൾ സ്പൂൺ ബാസ്മതി റൈസ്, 1 കപ്പ് വെള്ളം. 1 കപ്പ് എന്ന് പറയുമ്പോൾ 1 ഗ്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 1 ഗ്ലാസ് വെള്ളം, വലിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റി വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക. അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടാണെങ്കിൽ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 സ്പൂൺ, അത് തണുത്തതിന് ശേഷം ഒന്ന് അടിച്ച്, അതായത് ഒരു കട്ടിയാവും. നമ്മൾ ഇച്ചിരി ഒത്തിരി തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് മിക്സിയിലിട്ട് അടിച്ചാൽ വരത്തില്ല. അപ്പോൾ ഇച്ചിരി ഒരു ചൂടിൽ തന്നെ ഒന്ന് ചെയ്താൽ കുറച്ചും കൂടി മിക്സിയിലിടുമ്പോൾ അത്രയും ചൂടിലിടാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു ബ്ലെൻഡറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. പേസ്റ്റ് രൂപത്തിലാവണം കേട്ടോ. അതിലേക്ക് നമ്മൾ 2 സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യണം. ഓരോന്നും പെട്ടെന്ന് ആഡ് ചെയ്യല്ല, നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം 1 സ്പൂൺ നമുക്ക് കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതും നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മളുടെ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ സൂപ്പറാണ് കേട്ടോ. എല്ലാവരും കോൺ സ്റ്റാർച്ച് ആണെങ്കിൽ നമ്മളുടെ സ്കിന്നിനെ ലിഫ്റ്റ് ചെയ്ത് വയ്ക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മളുടെ ടാനൊക്കെ കുറയ്ക്കാനും ബ്രൈറ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ധൈര്യമായിട്ട് കോൺ സ്റ്റാർച്ച് എടുക്കുക. അതിലേക്ക് നമ്മൾ
1 സ്പൂൺ നമ്മളുടെ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ കടയിൽ നിന്ന് മേടിക്കുന്നൊന്നും എടുക്കരുത് കേട്ടോ, കുക്കിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നൊന്നും എടുക്കരുത്. നല്ല വെളിച്ചെണ്ണ നമ്മൾ വീട്ടിൽ നിന്ന് ആട്ടിയതോ അല്ലെങ്കിൽ അങ്ങനെ വെളിച്ചെണ്ണ നമുക്ക് നല്ലത് കിട്ടും ഷോപ്പിൽ, അത് മാത്രം അത് സെപ്പറേറ്റ് മേടിക്കുക. സോ അത് നമ്മൾ 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു ലൈം എടുത്ത് കട്ട് ചെയ്യുക, ഒരു ഹാഫ് പോർഷൻ ഒന്ന് സ്ക്യൂസ് ചെയ്യുക, ഒന്ന് പിഴിയുക. അതായത് 1 സ്പൂൺ ലൈം ജ്യൂസ് എന്നുള്ള രീതിയിൽ. ചിലവർക്ക് ഈ ലെമൺ അല്ലെങ്കിൽ ലൈം ഭയങ്കരമായിട്ട്, നാരങ്ങ ഭയങ്കരമായിട്ട് ഇറിറ്റേഷനോ സ്കിന്നിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. കുഴപ്പമില്ലെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. കാരണം ഇത് വൈറ്റമിൻ സി ആണ്, കൊളോജിനാണ്, അതുകൊണ്ട് നല്ലതാണ് നമുക്കിത് ചെയ്യുന്നത്. ആൻറ്റി ഏജിങ്ങിലുള്ളവർക്കൊക്കെ നല്ലതാണ്. സോ അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ മാറ്റുക, അല്ലാത്തവർ മാത്രം അത് എടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു ജാറിലാക്കി കീപ്പ് ചെയ്യുക കേട്ടോ. നമ്മൾ ഒരാഴ്ചയിലേക്ക് ഒരു ദിവസം ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇത് ആഴ്ചയിൽ 3 പ്രാവശ്യമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇന്ന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യും. ഏത് ഏരിയയിൽ, ഇപ്പോൾ നെക്കിലായിക്കോട്ടെ, കയ്യിലായിക്കോട്ടെ, കയ്യോ കാലിലോ, നിങ്ങൾക്ക് ഏത് ഏരിയയിലാണോ ഭയങ്കര ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത് വാഷ് ഔട്ട് ചെയ്യുക. എന്നതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ആഴ്ചയിൽ 3 പ്രാവശ്യം വെച്ച് ചെയ്യുക. സ്കിന്നിന് നല്ല ചേഞ്ച് ഉണ്ടാവും എന്ന് വെച്ചാൽ നല്ല ചേഞ്ച് ഉണ്ടാവും. ഒരുപാട് കെമിക്കലില്ല, ഒരുപാട് ഹാർഷായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. ഇതൊന്നും ചെയ്ത് നോക്കാൻ മടിയൊന്നും വേണ്ട. പെട്ടെന്ന് നമുക്കൊരു ബ്രൈറ്റ്നസ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പാർലറിലൊന്നും പോകാതെ തന്നെ നമുക്ക് സൂപ്പർബായിട്ട് ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾ ട്രൈ ചെയ്യും. പിന്നെ ഒരുപാട് പേര് പറയും, മാം ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ഫോളോ ചെയ്യേണ്ടത്? ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അതെടുക്കുക കേട്ടോ. ഇന്നലെ പറഞ്ഞതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ അത് ഫോളോ ചെയ്താൽ മതി. ഇത് ഇന്ന് പറഞ്ഞത് തന്നെ ചെയ്യണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എടുക്കാൻ പറ്റുന്നത്, ചെയ്യാൻ ഈസി ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ അതെടുക്കുക. അല്ലാതെ നമ്മളെല്ലാ ദിവസവും ഓരോന്ന് പറയുന്നത് കൊണ്ട് എല്ലാം ഓരോ ദിവസം ചെയ്യണം എന്നല്ല. നിങ്ങൾക്ക് ബെറ്റർ തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന് ഇപ്പോൾ ഏതാണോ ആവശ്യം അത് മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെന്തായാലും ഫോളോ ചെയ്യുക. പിന്നെ എന്ത് പാക്ക് ഇടുമ്പോഴും നമ്മൾ സ്കിൻ കെയർ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല കേട്ടോ. ആദ്യം ബേസ് ക്ലിയർ ചെയ്യുക. അതായത് നമ്മൾ ക്ലെൻസ്, ടോൺ, മോയ്സ്ചർ, നമ്മൾ സ്കിൻ ടൈപ്പ്, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കി ചെയ്യുക. അതിൻ്റെ കൂടെ ഇതുപോലെ പാക്കുകളും കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. സ്കിൻ കെയർ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് ഞാൻ ഗൈഡ് ചെയ്ത് തരാം. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.